കലോത്സവത്തിന്റെ വൈബിലാണ് തിരുവനന്തപുരം. നമുക്കൊപ്പം ഇപ്പോൾ മംഗലം കളിയുടെ വിശേഷങ്ങളുമായി ഒരു ടീം എത്തുന്നുണ്ട്. മംഗലം കളി എന്ന് പറയുമ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു കലയാണ്. ഇത് ആദ്യമായാണ് കലോത്സവത്തിൽ ഈ മംഗലം കളി മത്സര ഇനമായി എത്തുന്നത്. അപ്പം നമ്മുടെ കൂടെ ഒരു ടീമുണ്ട്, നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. സ്വാഗതം കൂട്ടുകാരെ, നിങ്ങൾക്ക് 24ന്റെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ TTS സാങ്കേതിക വിദ്യ വഴി ഇപ്പോൾ നിങ്ങൾ എനിക്കൊപ്പം 24ന്റെ കാക്കനാട് സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഗതം. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് വരുന്നവരാണ്? ഞങ്ങൾ SKMJ HSS കൽപ്പറ്റയിൽ നിന്ന് വരുന്നതാണ്. മത്സരം കഴിഞ്ഞിട്ട് നിൽക്കുകയാണോ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ ടീമിൽ ഈ മംഗലം കളി ആദ്യമായിട്ടാണ് കലോത്സവ വേദിയിൽ ഒരു മത്സര ഇനമായിട്ട് ഈ വർഷം വരുന്നത്. അപ്പോൾ ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ മംഗലം കളി എന്നാൽ എന്താണ് ഒന്ന് പറയാമോ? അത് കാസർഗോഡ് ജില്ലയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് മലവേട്ടുവ മാവില. അവർ കല്യാണങ്ങൾക്കൊക്കെ ചെയ്തു വരുന്ന ഒരു നൃത്തരൂപമാണിത്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ എത്ര പേരാണ്? ഇതിന്റെ വാദ്യോപകരണമായിട്ട് ഉപയോഗിക്കുന്നത് തുടിയാണ്. ശരി, എത്ര പേരാണ് ഒരു ടീമിൽ ഉണ്ടാവുക? ഞങ്ങള് 12 പേരാണ് ആകെ ഉള്ളത്. അപ്പോ നമുക്ക് 12 പേരാണ് കണ്ടാലോ? പന്തല് കൂടി കളിപ്പാന് വാ കുഞ്ഞുമണ്ണ വാട്ടിപ്പെണ്ണേ, പന്തല് കൂടി കളിപ്പാന് വാ കുഞ്ഞുമണ്ണ വാട്ടിപ്പെണ്ണേ, പന്തല് കൂടി കളിപ്പാന് വാ കുഞ്ഞുമണ വട്ടിപ്പെണ്ണേ, പന്തല് കൂടി കളിപ്പാന് വാ കുഞ്ഞുമണ വട്ടിപ്പെണ്ണേ, പന്തല് കൂടി കളിപ്പുവാനൊക്കൊരുടുക്കുവാനൊരു തുണിയില്ലേ, പന്തല് കൂടി കളിപ്പുവാനൊക്കൊരുടുക്കുവാനൊരു തുണിയില്ലേ, പന്തല് കൂടി കളിപ്പുവാനൊരുടുക്കുവാനൊരു തുണിയില്ലേ, പന്തല് കൂടി കളിപ്പുവാനൊരുടുക്കുവാനൊരു തുണിയില്ലേ, ഇത്തൈ പാത്തൈ തേയ്പാത്തേ ഡുക്കുവാനൊരു തുണിയില്ലെങ്കിൽ പെണ്ണെ കടവായി പേൻ തരുവേ, ഡുക്കുവാനൊരു തുണിയില്ലെങ്കിൽ പെണ്ണെ കടവായി പേൻ തരുവേ, ഡുക്കുവാനോട് തുണിയില്ലെങ്കിൽ പെണ്ണെ കടവായി പേൻ തരിയേൻ, ഡുക്കുവാനോട് തുണിയില്ലെങ്കിൽ പെണ്ണെ കടവായി പേൻ തരിയേ, ഇത്തൈ പാത്തൈ തേയ്പാത്തേ എള്ളുള്ളരി എള്ളുള്ളരി മാനിനങ്കര, ആ എള്ളുള്ളരി എള്ളുള്ളരി മാനിനങ്കര, എള്ളുള്ളരി എള്ളുള്ളരി മാണിനങ്കര, എള്ളുള്ളരി എള്ളുള്ളരി മാണിനങ്കര, ആ വിരച്ച് പേട്ടട്ടുണ്ടുക മാനിനങ്കര, ആ കസർകോട്ട് പേട്ടട്ടുണ്ടുക മാനിനങ്കര, വിരച്ച് പേട്ടട്ടുണ്ടുക മാണിനങ്കര, ഗസർകോട്ട പേട്ടട്ടുണ്ടുക മാണിനങ്കര, ആ മാനിനങ്കര തങ്കാട്ടി മതുമ്മലാതുണ്ട്, ആ എണ്ണയും മഞ്ചളും കൊണ്ട് പറട്ടു തങ്കടി ജിഗളുക, മാണിനങ്കര തങ്കട്ടി മതുമ്മലാതുണ്ട്, ആ എണ്ണയും തരട്ടി തങ്കട്ടി ചിക്കളക്ക്, ഇത്തൈ പാത്തൈ തേയ്പാത്തേ ആയേ പന്തനാ പൂജി ഇമ്പേ പന്തനാ പൂജി എന്നാ പാവേ പറത്തുട്ടാ ചിടത്തിക്കുള്ളടൂ, ആയേ പന്തനാ പൂജി ഇമ്പേ പന്തനാ പൂജി എന്നാ പാവേ പറുത്തുട്ടാ ചിടുത്തിക്കുള്ളടൂ, ആയേ പന്തനാ പൂജി ഇമ്പേ പന്തനാ പൂജി എന്നാ പാവേ പന്താടൂ എണ്ണു നല്ലിപ്പാടൂ, ആയേ പന്തനാ പൂജി ഇമ്പേ പന്തനാ പൂജി എന്നാ പാവേ പന്താടൂ മെണു നെല്ലിപ്പാടൂ, ആ സറകൂജി പൂവള ചുടുത് തങ്കടി ജിഗള്, ആ കെവിക്ക് റഡ് കുണ്ടളപ്പാടത് തകടി ജിഗള്, സരകൂഞ്ചി പൂവള ചുടത് തങ്കടി ചിക്കള്, ആ കെവിക്ക് രണ്ട് കുണ്ടലപ്പാടത്ത് തങ്കടി ചിക്കള്, ഇത്തൈ പാത്തൈ തേയ്പാത്തേ ആ കണ്ണ്
കണ്ണുക്ക് റെഡ് മയ്യളപ്പാടത്ത് തകടി ജികള് ആ കാർക്ക് റെഡ് ഗഗറപ്പാടത്ത് തകടി ജികള് കണ്ണുക്ക് രണ്ട് മയ്യളപ്പാടത്ത് തങ്കടി ചിക്കള് ആ കാർക്ക് രണ്ട് ഗഗറപ്പാടത്ത് തങ്കടി ചിക്കള് ചറാപ്പറ പൊലിയടൂ തകടി ജികള് ആ പിരി പിരി നലിപ്പടൂ തകടി ജികള് ചറാപ്പറ നലിപ്പാടും തങ്കടി ചിക്കള് ആ പീരി പീരി നലിപ്പാടും തങ്കടി ചിക്കള് എള്ളുള്ളാരി മാനിനങ്കര ആ എള്ളുള്ളാരി മാനിനങ്കര എള്ളുള്ളാരി മാണിനങ്കര ആ എള്ളുള്ളാരി മാണിനങ്കര. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പോൾ ഒരു സംശയം കൂടി, ഇതിന്റെ പാട്ടെന്ന് പറയുന്നത് മലയാളം, തുളു അങ്ങനെ 2 ഭാഷകളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? ആ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരു ടീമിൽ ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആയിട്ടാണോ ടീം എങ്ങനെയാ തയ്യാറാക്കുന്നത്? ആ ടീം അങ്ങനെ തന്നെയാണ്, അതിനങ്ങനെ റെസ്ട്രിക്ഷൻസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പരിശീലനം അത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഞങ്ങൾ ഏകദേശം 1 മാസത്തോളം. 1 മാസത്തെ പരിശീലനം. ഓക്കെ. അപ്പോൾ ഇത് ആരായിരുന്നു നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളാരാണ്? അത് ഉണർവ് നാടൻപാട്ട് കലാകേന്ദ്രത്തിലെ രമേശ് മാമനാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചത്. രമേശ് മാമൻ്റെ ഒപ്പം അവരുടെ ടീമിലെ ലക്ഷ്മി ചേച്ചി, അജുക്കാക്ക, രഞ്ജിത്ത് മാമൻ ഇവരെല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങളെ പരിശീലിപ്പിച്ചത്. എന്തായാലും വളരെ നന്ദി. ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിനൊക്കെ വളരെ നന്ദി. വളരെ നന്നായിരുന്നു. എന്തായാലും ആഗ്രഹിക്കുന്ന പോലെ മത്സരം മികച്ച വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്.